എല്ലാവർക്കും നമസ്കാരം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം മലപ്പുറം. ഈ നാടിനില്ലേ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ വരുന്നവർ ആരും മനസ്സുകൊണ്ട് തിരികെ പോകാൻ ആഗ്രഹിക്കാത്തവരാണ്. അത് ഈ മണ്ണിൻ്റെയും ഇവിടുത്തെ മനുഷ്യരുടെയും ഒരു പ്രത്യേകതയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തി ഈ നാടിനെ സ്നേഹിച്ച ഒരു കൊല്ലംകാരിയുടെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ ചെറിയ പെരുന്നാളല്ലേ? ഇന്ന് മലപ്പുറത്തിന് ഉറക്കമില്ലാത്ത രാത്രിയാണ് കേട്ടോ. ഓരോ സ്ഥലത്തും അവസാനഘട്ട ഒരുക്കങ്ങളുടെ ഒരു തിക്കും തിരക്കുമാണ്. ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഈ നമ്മളൊരു ടൗണിൻ്റെ തിരക്കുകളെ ഒരു ദൂരെ കാഴ്ചയായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു കുന്നിൻ മുകളിലേക്കാണ് കേട്ടോ ഇന്ന് എൻ്റെ യാത്ര. അത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ കൊളായി, നമ്മുടെ സ്വന്തം കൊളായി. ഇവിടെ എത്തുമ്പോഴുണ്ടല്ലോ സമയം നിശ്ചലമായ പോലെ തോന്നും. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മിന്നാമിനുങ്ങൾ പോലെയാണ് കേട്ടോ താഴ്ഭാഗമൊക്കെ. ആ കത്തുന്ന വെളിച്ചങ്ങൾക്കിടയിലല്ലേ ഒരുപാട് സ്വപ്നങ്ങളും തിരക്കുകളും ഒക്കെ നമുക്ക് കാണാം. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഒരു നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. അതൊക്കെ ആസ്വദിച്ചും കുറേ വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുത്ത് എന്തായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതൊക്കെ ചെയ്യണ്ടേ. ഇതൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ നടന്ന് പോയപ്പോഴാണ് അവിടെ ഒരു തട്ടുകട കണ്ടത്. ആ തട്ടുകടയിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ പഴയ കാലത്തെ ഒരു ഓർമ്മകളെയൊക്കെ പുതുക്കുന്ന തരത്തിൽ അവിടെ തേൻ മിഠായി, ഉപ്പിലിട്ട സാധനങ്ങൾ, പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു അച്ചാറുകൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ ഒരു കുട്ടിക്കാലമാണ് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് കേട്ടോ. ഈ കക്കപ്പഴം അല്ല കാക്കപ്പഴം ഉണ്ടല്ലോ, ഞാൻ എന്നെ പണ്ടെന്തോ കഴിച്ചതാണ്. പിന്നെ ഞാൻ ഇവിടെ വെച്ചാണ് അത് കാണുന്നത് കേട്ടോ. അങ്ങനെ അതും ഒക്കെ വാങ്ങി. അല്ലെങ്കിലും ചില രുചികൾക്ക് ഉണ്ടല്ലോ ആ കാലത്ത് പിന്നോട്ടേക്ക് നടത്താനുള്ളൊരു കഴിവുണ്ടെന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് അത് ആ തേൻമിഠായിയൊക്കെ കഴിച്ചപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടിക്കാലമല്ലേ, പക്ഷെ അന്നത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അന്ന് 50 പൈസക്കൊക്കെ എത്രയാ 2ഓ 4ഓ തേൻമിഠായിയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ആ ഒരു രുചിയൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ആസ്വദിക്കാനുള്ളൊരു ഇത് ഇല്ല കേട്ടോ. അതൊരു സത്യമായിട്ടുള്ളൊരു കാര്യമാണേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും പിന്നെ എന്താ മുറുക്ക്, പിന്നെ എന്തൊരു മുട്ട വെച്ച് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. മുട്ടയും പൊറോട്ടയും കൂടെ ചേർത്ത് എന്തോ ഒരു മസാല മുട്ട അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് പുതിയൊരു അറിവ് കിട്ടി കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഈ വട്ടത്തിലുള്ള ഈ സാധനത്തിന് മുറുക്കെന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ പറയുന്നത് നുറുക്കെന്ന്. ഞാൻ എന്താ പറയുക, ഞാൻ മുറുക്കെന്ന് പറഞ്ഞപ്പോൾ ആ അങ്കിളിന് അത് മനസ്സിലായില്ല കേട്ടോ. എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് മുറുക്കല്ല, ഇവിടെ പറയുന്നത് നുറുക്കാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ശരിക്കും ഇതിനിങ്ങനെ ഒരു പേരുണ്ടല്ലോ എന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ ഈ മനോഹരമായ വൈകുന്നേരം ഇവിടെ തീരുന്നു. ഇനി പുതിയൊരു യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.